സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹം ദ ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സൃഷ്ടിയുടെ ക്രമം വർണ്ണിക്കുന്നതിൻ്റെ അവസാന ഭാഗത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പഞ്ചഭൂതങ്ങളും മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം +5 ഇന്ദ്രിയങ്ങളും 3 കൂട്ടം സൃഷ്ടിക്കപ്പെട്ട് ഇവ തമ്മിൽ യാതൊരു ബന്ധമോ അല്ലെങ്കിൽ പ്രവർത്തനമോ യോജിപ്പോ ഇല്ലാതെ കിടന്നതിനെയാണ് ഹൈരണ്യമണ്ഡം എന്ന് പറഞ്ഞത് എന്നും പറയണ്ടായി. എപ്പോൾ അതിൽ പരമാത്മാവ് പ്രവേശിച്ചുവോ, നിർബിന്ധൻ പിളർന്ന് പ്രവേശിച്ചുവോ, അപ്പോഴാണ് ചലനാത്മകമായത് എന്നും പറഞ്ഞ് അതിനെ വിരാട് എന്ന് പറയുന്നു. ചലനാത്മകമായിരിക്കുന്ന ഈ പ്രതിഭാസങ്ങളെ മൊത്തത്തിൽ പറയുന്ന പേരാണ് വിരാട്. വെറുതെ കിടക്കുമ്പോൾ ഹിരണ്യാണ്ഡം, പ്രവർത്തനാത്മകമാകുമ്പോൾ വിരാട്. ഇനി അടുത്ത ദശകത്തിൽ ഈ വിരാട് സ്വരൂപത്തിനെ വർണ്ണിക്കുകയാണ്. 14 ലോകങ്ങളായി പ്രാപിച്ചിട്ടുള്ള ഭഗവാന്റെ ഏതേത് അവയവങ്ങൾ ഏതേത് ലോകങ്ങളായിട്ടാണ് നിൽക്കുന്നത്. ഈ ലോകങ്ങൾ മുഴുവൻ ഭഗവാന്റെ അവയവങ്ങളാത്രേ. ഓരോ ലോകങ്ങളും ഓരോ അവയവം. അപ്പോൾ ആ കാല് എന്ന് പറഞ്ഞാൽ പാതാളം, അങ്ങനെ പറയുകയാണ്. കയ്യെന്ന് പറഞ്ഞാൽ എന്നോ അങ്ങനെ അതിനെ വർണ്ണിക്കുകയാണ് അടുത്ത ശ്ലോകങ്ങളിൽ. ശ്ലോകം ഏവം, 6ാമത്തെ ദശകം. ഏവം ചതുർദശ ജഗന്മയതാംഗദസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർദ്ദേശമഭിദേവരസാതലം തേ ഉൽപദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ. ഹേ ഈശ, ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ തവ, 14 ലോകങ്ങളെ പ്രാപിച്ച സ്വരൂപത്തോടു കൂടിയിട്ടുള്ള അങ്ങയുടെ തവ പാതാളം ഈശ തവ പാദതലം വദന്തി. പാതാളം പാദതലം വദന്തി. പാതാളമാണ് ഏറ്റവും താഴെയുള്ള ലോകം എന്നാണ്. അത് ഭഗവാന്റെ പാദങ്ങളായി അറിവുള്ളവർ പറയുന്നു. പല ലോകങ്ങൾ ഭഗവാന്റെ പല അവയവങ്ങളായിട്ട്. പാദോർദ്ധദേശമഭി ദേവരസാതലം തേ, പാദത്തിൻ്റെ മീതെയുള്ളതിനെയാണ് നമ്മൾ പുറവടി എന്ന് പറയുക. പുറവടി, കാലിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ആ ഭാഗം കാലടി എന്ന് പറഞ്ഞാൽ താഴത്തെ, പുറവടി എന്ന് പറഞ്ഞാൽ മുകളിലത്തെ. കാലിൻ്റെ മുകൾ ഭാഗം പുറവടി, അടിഭാഗം കാലടി. അപ്പോൾ പുറവടി എന്ന് പറയുന്ന മുകളിലത്തെ ആ ഭാഗത്തെ, അടിയല്ല എന്നർത്ഥം, കാലടി അല്ലാതെ മുകൾ ഭാഗത്തെയാണ് പുറവടി എന്ന് പറയുക. ഊർധ്വദേശം എന്ന് പറയും. പാദോർധ്വദേശമഭിദേവ രസാതലം തേ രസാതലം വദന്തി. വദന്തി എന്നത് ഇവിടെ ഒക്കെ എടുക്കണം. ആ വെർബ് ഇതിനൊക്കെ കൂടി ഒന്നിച്ച് പ്രയോഗിച്ചു എന്നേ ഉള്ളൂ. പാദോർധ്വദേശമഭി രസാതലം വദന്തി. മുകൾ ഭാഗത്തെ പുറവടി, കാലിൻ്റെ അടിയിലത്തെ മുകളിലുള്ള ഭാഗത്തെ രസാതലമായിട്ടും അറിവുള്ളവർ പറയുന്നു. പിന്നെ ഹേ അദ്ഭുതാത്മൻ സംബോധന. ഗുൽഫദ്വയം എന്ന് പറഞ്ഞാൽ ഞെരിയാണികൾ. അതിനാണ് ഗുൽഫം എന്ന് പറയുന്നത്. ദ്വയം 2 ഞെരിയാണികൾ. അതാവട്ടെ മഹാതലം ഖലു, മഹാതലമായിട്ട് പറയുന്നു. ഇവിടെയും വദന്തി ചേർക്കണം. അപ്പോൾ വദന്തി എന്ന് 3 ഭാഗത്ത് ചേർക്കാനുണ്ട്, ഒന്നിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. പാദതലം പാതാളം വദന്തി. പാദോർദ്ധദേശം രസാതലം വദന്തി. ഗുൽഫദ്വയം മഹാതലം വദന്തി. അപ്പോൾ പാതാളം, രസാതലം, മഹാതലം എന്നീ 3 ലോകങ്ങളെയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അടുത്ത ശ്ലോകത്തിൽ അടുത്ത ഭാഗം പറയും. ഇത്രയേ ഉള്ളൂ.
ചതുർദശ ജഗന്മയതാം ഗതസ്യ 14 ലോകങ്ങളിലേക്ക് പ്രവേശിച്ച അങ്ങയുടെ പാതാളം പാദതലം വദന്തി രസാതലം പാദോർദ്ധദേശം വദന്തി മഹാതലം ഗുൽഫദ്വയം വദന്തി. ഗുൽഫദ്വയം ഞെരിയാണി, പുറവടിയുടെ മുകളിലുള്ളത്. ഏറ്റുവടിയിൽ കാലടി, അതിൻ്റെ മുകളിൽ പുറവടി കാലിൻ്റെ ഉള്ളംകാല് താഴ്ത്തി പുറവടി മുകളിലെത്തിയാണല്ലോ. ഞെരിയാണിയാവട്ടെ മഹാതലവുമാണ്. അതിനാണ് ഗുൽഫദ്വയം എന്ന് പറയുക. ഗുൽഫം ഞെരിയാണി, ഗുൽഫദ്വയം 2 ഞെരിയാണികൾ. ഗുൽഫദ്വയം 2 ഞെരിയാണികൾ. മഹാതലം വദന്തി പാദോർദ്ധദേശം രസാതലം വദന്തി പുറവടി. പാതാളം പാദതലം വദന്തി, പാദതലം പുറവടി, രസാതലം പുറവടി. ഗുൽഫദ്വയം എന്ന് പറയുന്നത് ഞെരിയാണി. ആ ഞെരിയാണിയാവട്ടെ മഹാതലം എന്ന ലോകങ്ങളാണ്. താഴത്തേക്കുള്ള ലോകങ്ങൾ ഇതൊക്കെയാണ് സാധാരണ അതല വിതല രസാതല മഹാതല പാതാളങ്ങൾ എന്നാണ് പറയുക. അതല വിതല രസാതല മഹാതല പാതാളങ്ങൾ. അപ്പം അതിലത്തെ ഇവിടെ എന്തൊക്കെ പറഞ്ഞു? താഴത്തെ പാദതലം പാതാളം, ഏറ്റവും അടിയിലത്തെ പുറവടി പാതാളം, പുറവടിയാവട്ടെ രസാതലം, ഗുൽഫദ്വയം അല്ലെങ്കിൽ ഞെരിയാണി മഹാതലം. അത്രയേ ഉള്ളൂ. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ 14 ലോകങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചതായ ജഗന്മയതാം ഗതസ്യ പാതാളമീശതവ പാദതലം വദന്തി പാദോർദ്ധദേശമഭിദേവരസാതലം തേഹേ ദേവ. ഇടയിൽ സംബോധനയാണ്. പാദോർദ്ധദേശം രസാതലം വദന്തി ഗുൽഫദ്വയം ഞെരിയാണി ഗുൽഫദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ. അടുത്ത ശ്ലോകം കൂടി നോക്കാം. ജംഘേ തലാതലമഥോ സുതലം ചജാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലം തേ ക്ഷോണീതലം ജഗനം അംബരമംഗ നാഭിർ വക്ഷച്ച ചക്രനിലയം തവ ചക്രപാണേ. ഹേ ചക്രപാണിയായിട്ടുള്ള ഭഗവാനെ സംബോധന. അങ്ങയുടെ കാൽവണ്ണകൾ, ഞെരിയാണി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ളതാണ് കാൽവണ്ണകൾ. അതിനാണ് ജംഘ എന്ന് പറയുക. ജംഘ സംസ്കൃതത്തിൽ ജംഘ എന്ന് പറഞ്ഞാൽ വണ്ണ, കാൽവണ്ണ എന്നാണ്. തവ ജംഘേ തലാതലം വദന്തി. പാതാളം പറഞ്ഞു, രസാതലം പറഞ്ഞു, മഹാതലം പറഞ്ഞു. ഇനി തലാതലം എന്ന് പറയുന്ന അധോലോകത്തെക്കുറിച്ചൊക്കെ, അധോലോകങ്ങളപ്പോൾ പറയണത്. ഇത് കഴിഞ്ഞിട്ട് വേണം ഊർധ്വലോകത്തേക്ക് കിടക്കാൻ. പലയോ അംഗ വിശിഷ്ടനായിട്ടുള്ള സർവേശ്വര, അങ്ങയുടെ ജംഘ തലാതലം വദന്തി, കാൽവണ്ണകൾ തലാതലം എന്ന് അറിവുള്ളവർ പറയുന്നു. ജാനു സുതലം വദന്തി. ജാനു നമ്മൾ പേരിടലുണ്ട് അല്ലേ? ആ ജാനു ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കാൽമുട്ടുകൾ എന്നാണ്. ജാനു എന്ന് പറഞ്ഞാൽ കാൽമുട്ടുകൾ എന്നർത്ഥമാണ് സംസ്കൃതത്തിൽ. എങ്ങനെ പേരായി വന്നതെന്ന് വെച്ചാൽ ജാനകി എന്ന പേരിൻ്റെ ചുരുക്കമാണ് ജാനു. അല്ലാണ്ട് ഈ ജാനു എന്നുള്ള പേരിന് കാൽമുട്ട എന്നൊരാൾക്ക് പേരിന് അർത്ഥമുണ്ടോ? അങ്ങനെ വന്നതല്ല. ജാനകിയുടെ ചുരുക്കമായിട്ട് അങ്ങനെ പറഞ്ഞു വരുന്നു എന്നേ ഉള്ളൂ. അതാണ് നമ്മൾ ഇട്ട പേര് വിളിക്കണം എപ്പോഴും. വേറൊന്നാക്കിയാൽ ഒരർത്ഥവും ഉണ്ടാവില്ല. ജാനകിയും തെറ്റില്ല, സീതയുടെ പേരാണ് അല്ലേ. ജാനു എന്ന് പറഞ്ഞാൽ കാൽമുട്ട ആവണത്. അപ്പോൾ എന്തിനാണ് ഇട്ട പേരിനെ ചുരുക്കി വിളിക്കണം? ജാനകി തന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ അർത്ഥം എന്താവും? സീതയുടെ പകരം കാൽമുട്ടാവും. ശിവ എന്ന് പറഞ്ഞാൽ കുറുക്കൻ, നീർഘട്ട കുറുക്കൻ എന്നാ. വെറും ഹ്രസ്വ വെച്ചാൽ പാർവതി എന്ന്. അത്ര വ്യത്യാസമായി നോക്കും. ഒരു ദീർഘം കൊണ്ട് ഒന്ന് പാർവതി, മറ്റത് കുറുക്കനും. ശിവ എന്ന് പറഞ്ഞാൽ കുറുക്കനാ. ദീർഘം ഇല്ലെങ്കിലോ പാർവതിയാണ് ശിവ. അപ്പം ഇവിടെ ജാനു എന്ന് പറഞ്ഞാൽ അർത്ഥം കാൽമുട്ട്, അത് സുതലമാണ്. നേരത്തെ ഇവിടെ പാതാളം പറഞ്ഞു, രസാതലം പറഞ്ഞു, മഹാതലം പറഞ്ഞു. പാതാളം, രസാതലം, മഹാതലം. ഇവിടെ തലാതലവും സുതലവുമാണ് പറഞ്ഞത്. വണ്ണക്കാലുകൾ തലാതലവും കാൽമുട്ടുകൾ സുതലവും ആണ്. ഇനി അതിൻ്റെ മുകളിൽ എന്തായിരിക്കും? തൊടാഭാഗം. കിഞ്ചോരുഭാഗയുഗളം വിതലാതലത്തേ. ഊരുദ്വയം ആയിരിക്കുന്ന തുടകൾ
വിതലം അതലം എന്നീ രണ്ട് ലോകങ്ങളാണ്. ഒരു തൊട വിതലവും ഒരു തൊട അതലവും. ഒരു തൊട വിതലവും മറ്റേ തൊട അതലവും ആകുന്നു. പിന്നെയോ ജഘനം ക്ഷോണീതലം. ജഘനം എന്ന് പറഞ്ഞാൽ അരക്കെട്ട്, അത് ഭൂമിയാണ്. അപ്പോൾ അധോലോകങ്ങൾ കഴിഞ്ഞു. അതലവും വിതലവും കൂടിയിട്ട് കഴിഞ്ഞു. തുടക്കത്തിൽ നിന്ന് എവിടുന്നായിരുന്നു? പാതാളം. പിന്നെ പാതാളം കഴിഞ്ഞാൽ രസാതലം, രസാതലം കഴിഞ്ഞാൽ മഹാതലം, മഹാതലം കഴിഞ്ഞാൽ തലാതലം, തലാതലം കഴിഞ്ഞാൽ വിതലം, വിതലം കഴിഞ്ഞാൽ അതലം, സുതലം. 7 അപ്പം അതിൽ പാതാളം കാലടികളും രസാതലം പുറവടികളും കാൽ ഞെരിയാണി മഹാതലവും ആണ്. ഇപ്പോൾ പാതാളവും രസാതലവും മഹാതലവും കഴിഞ്ഞാൽ പിന്നത്തെ ലോകം തലാതലം, അത് വണ്ണ. സുതലം അതിൻ്റെ മുകളിലുള്ള മുട്ടുകൾ. പിന്നെ 2 തുടകളാവട്ടെ തലാതലവും വിതലവും അതലവും. 2 തുടകൾ വിതലവും അതലവും. 3 അധോലോകങ്ങളെ കുറിച്ചിട്ടാണ് വർണ്ണിച്ചത്. ഭൂമി അരക്കെട്ടാണ്, ഭൂമി നടുവിലാണ് വരിക. ഭൂമി അധോലോകത്ത് പെട്ടതല്ല, നടുവിലത്തെ ഭാഗമായിട്ടാണ് വരിക. മുകളിലുള്ള ലോകമല്ല, താഴെയുള്ള ലോകമല്ല, അതാണല്ലോ നടു എന്ന് പറയുന്നത്. ഭൂമി ഇതിൽ രണ്ടിലും പെടില്ല. അധോലോകമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ശരിക്കും വെച്ചാൽ ഊർധ്വലോകത്തിലാണ് പെടുത്തിയിരിക്കുന്നത്, അധോലോകത്തിലല്ല. എന്തായാലും ക്ഷോണീതലഞ്ചഘനം അംബരമംഗനാഗിർ. അരക്കെട്ട് ഭൂമിയുടെ സ്ഥാനത്ത് നിൽക്കണു. നാഭി ആകാശമാണ്. ആകാശം നാഭീനളിനം ഒരു പാട്ടിലുണ്ട്. നാഭി ആകാശവും മാറിടം ഇന്ദ്രലോകവും ആണ്, അതായത് സ്വർഗം. നാഭി ആകാശം, അതിൻ്റെ മുകളിലാണ് മാറിടം. മാറിടം സ്വർഗമാണ്, ഇന്ദ്രലോകവുമാണ്. ശക്രനിലയം, ചക്രം എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ, ചക്രനിലയം എന്ന് പറഞ്ഞാൽ സ്വർഗം, ഇന്ദ്രൻ്റെ നിലയം. അപ്പോൾ ഊർധ്വലോകത്തിൽ ഭൂമി, പിന്നെ നാഭി, പിന്നെ മാറിടം, 3 എണ്ണമാണ് പറഞ്ഞത്. ക്ഷോണീതലം ജഘനം, അങ്ങയുടെ അരക്കെട്ട് ഭൂമിയാണ്. ശ്രേഷ്ഠമായിട്ടുള്ളവനെ നാഭി ആകാശവും, അതുപോലെ തന്നെ മാറിടം സ്വർഗവുമാണ്, അതായത് ഇന്ദ്രലോകവും ആണ്. അപ്പോൾ 3 അധോലോകം അല്ലാത്തതാണ് ഇതിൽ പറഞ്ഞത്. ജഘനം അരക്കെട്ട് ഭൂമി, നാഭി ആകാശം, മാറിടം സ്വർഗലോകം. 3 എണ്ണം അധോലോകമല്ല, ബാക്കിയൊക്കെ അധോലോകമാണ്. പാതാളം ഈശ, അത് പാദതലം വദന്തി. ഊർധ്വദേശം രസാതലം വദന്തി. ഗുൽപദ്വയം മഹാതലം വദന്തി. ഞെരിയാണി ആവട്ടെ മഹാതലമാണ്. ജംഘേ തലാതലം വദന്തി. കാൽവണ്ണ തലാതലമായി പറയപ്പെടുന്നു. ഊരുഭാഗം വിതലാതലം വദന്തി. തുടകൾ വിതലവും അതലവും, 2 തൊടയുടെ 2 ലോകമായിട്ട് സങ്കല്പിച്ചു. വിതലം അതലം ഊരുഭാഗം വദന്തി. ഇനി അധോലോകം കഴിഞ്ഞു. ക്ഷോണീതലം ജഘനം വദന്തി. അരക്കെട്ടാവട്ടെ ഭൂമിയാണ്. അംബരം എന്ന് പറഞ്ഞാൽ ആകാശം, അത് നാഭി വദന്തി. ആകാശം നാഭിയാണെന്ന് പറയപ്പെടുന്നു. വക്ഷശ്ച ചക്രനിലയ തവ ചക്രപാണേ. മാറിടം ഇന്ദ്രൻ്റെ നിലയമായ സ്വർഗവും എന്ന് പറയപ്പെടുന്നു. 2 ശ്ലോകത്തിൽ അപ്പോൾ 7 അധോലോകങ്ങളും ബാക്കി 3 ലോകം അതിൻ്റെ മുകളിൽ ഉള്ള ലോകങ്ങൾ, അവയെ ഊർധ്വലോകങ്ങൾ പറഞ്ഞു വരിക. ഏവം 14 ജഗന്മയതാംഗദസ്യ പാതാളമീശതവ പാദതലം വദന്തി. പാദോർദ്ധദേശമഭിദേവരസാതലം തേ ഗുൽപദ്വയം ഞെരിയാണി. ഗുൽപദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ. ഇതും കുറിച്ചെടുക്കാം, വളരെ വേഗം മനസ്സിലാവാൻ കുറിച്ചെടുക്കുക എന്നുള്ളത്. ജംഘേ തലാതലമധോ സുതലഞ്ചാനു. കാൽവണ്ണകൾ സുതലവും ജംഘേ തലാതലമാണ്,
കാൽവണ്ണകൾ തലാതലമാണ്. സുതലഞ്ചജാനു, കാൽമുട്ടുകൾ സുതലമാണ്. ഇഞ്ചോരുഭാഗയുഗളം വിതലാതലേതേ, 2 തുടകൾ വിതലങ്ങളും അതലങ്ങളുമാണ്. കഴിഞ്ഞു അധോലോകം. ക്ഷോണീതലം ജഗനമംബരമംഗനാഭിർ, അരക്കെട്ട് ഭൂമിയാണ്, ആകാശം നാഭിയാണ്. വക്ഷചക്രനിലയ ചവചക്ര തവചക്രപാണേ, മാറിടം സ്വർഗലോകവും ആകുന്നു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.